So, we love you all. Like Palakkad welcomes you. നിങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് ഒരുമിച്ച് ബിഗ് ബോസിന് ശേഷം വരുന്ന ഒരു ഇവന്റ് ആണിത്. അത് നമ്മുടെ പാലക്കാട് മണ്ണിൽ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ ഗബ്രി ഫാൻസിനോടും ജാസ്മിൻ ഫാൻസിനോടും ജബ്രി ഫാൻസിനോടും പിന്നെ ബിഗ് ബോസ് പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത്? ഓരോരുത്തരായിട്ട് തുടങ്ങിയതോ. നമസ്കാരം പാലക്കാട്. ആദ്യമായിട്ട് തന്നെ എന്താ പറയാ, നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ മഴയും എന്താ പറയാ ഒരു വെതർ നമുക്ക് അത്ര ഇതല്ലെങ്കിലും ഓക്കെ ജസ്റ്റ് കയറി വെക്കണം. ഓക്കെ, പാലക്കാട് ഇത്രയും സത്യമായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടോ? കുറച്ച് ചോദ്യങ്ങളായിട്ട് ചോദിച്ചാലോ? ഓക്കെ, അപ്പോ എന്താണ് ആദ്യം ചോദിക്കേണ്ടത് വെച്ചാ സീസൺ 6 അകത്തും പുറത്തൊക്കെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സീസൺ തന്നെയായിരുന്നു അല്ലേ? അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് നിങ്ങള്, ലൈക്ക് ഇൻ പോസിറ്റീവ് സെൻസ്. അപ്പോ നിങ്ങൾക്ക് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാവാം, പോസിറ്റിവിറ്റിയും കേട്ടിട്ടുണ്ടാകാം. പോസിറ്റിവിറ്റി ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട്. അപ്പോ ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത്? അതിനുള്ളൊരു മോട്ടിവേഷൻ വേണമല്ലോ, അതെങ്ങനെയായിരുന്നു? ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഇതൊന്നും എടുത്തില്ല. അപ്പൊ എന്നോട് ഗബ്രി ഒരു വട്ടം പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് ഭയങ്കര പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നീ ഒരുപാട് എന്താ പറയാ സന്തോഷിച്ച് ഭയങ്കര ഇതും ആവരുത്, എന്നാൽ നെഗറ്റീവ് ഉള്ളത് ഡിപ്രസ് ആവുകയും ചെയ്യുന്നത്. ഗ്രൗണ്ടഡ് ആയിട്ട് എപ്പോഴും നിൽക്കുക എന്നുള്ളത്. സോ അത്ര ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും നിന്നിട്ടില്ല, പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാനും നിന്നിട്ടില്ല. ഒരു മീഡിയം സ്റ്റേജിൽ അങ്ങനെ പോകുന്നു. ഇത് തന്നെയാണ് ഞാൻ ഷോന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. ബാലൻസ് ഓഫ് ലൈഫ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ. എന്താ പറയാ, സന്തുലിതാവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും, വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും. അപ്പൊ രണ്ടിന്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഇറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും. അപ്പോൾ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ലൈഫ് ബിഫോർ ബിഗ് ബോസ് ആൻഡ് ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് നല്ല വ്യത്യാസമില്ലേ? അതിങ്ങനെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തൊക്കെ വ്യത്യാസം തോന്നിയിട്ടില്ല? യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ, അതായത് പുറത്ത് വ്യത്യാസങ്ങളില്ലേ? അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ബിഗ് ബോസിൽ ഞാൻ പോവാൻ നേരത്ത് ഞാൻ കുറെ, നമുക്കിപ്പോ ഓൾറെഡി നമുക്ക് കുറെ ലൈഫ് എക്സ്പീരിയൻസ് കാണും. പക്ഷെ അവിടെ നമ്മൾ 3 മാസം നിൽക്കുന്ന നമ്മളൊരു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ചീത്തയുമായിട്ടുള്ള കുറെ അനുഭവം എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി, ബോൾഡായി, എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി മെച്യൂർഡ് ആയി. ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 2019 എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ബിഗ് ബോസിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. ഇത് നമുക്ക് ഒരു നാട്ടുമ്പുറത്തെ ചായക്കടയിൽ, അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുമ്പുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും ആൾക്കാർ തെരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്ററായി, വോയിസ് രജിസ്റ്ററായി. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നിഷൻ ആണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസിന് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചെടുത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും, കുറച്ച് പേര് കല്ലെറിഞ്ഞെടുത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനുണ്ട്. സോ ദാറ്റ്സ് ദ പേഴ്സൺ